ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് എറണാകുളത്ത് അമ്പലമുകൾ പുത്തൻകുരിശ് റൂട്ട് പീച്ചിങ്ങാച്ചിറ അടുത്ത് കാണിനാട് ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന 15 അടി വീതിയുള്ള വഴിയിൽ 5 സെന്റിൽ 3 കാർ പാർക്കിംഗ് സൗകര്യമുള്ള 1850 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു 4 BHK ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വടക്ക് ഫേസ് ചെയ്ത് വാസ്തുപ്രകാരമാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഈ വീടിനെ അകത്തേക്ക് പ്രവേശിക്കുന്നത് കിഴക്ക് ദർശനത്തിലും പുറത്തേക്ക് ഇറങ്ങുന്നത് പടിഞ്ഞാറ് ദർശനത്തിലും ഫ്രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് വടക്ക് ദർശനത്തിലുമാണ്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാം. ഫ്രണ്ട് ഗേറ്റ് നല്ല ഗേജ് കൂടിയ GI സ്ക്വയർ പൈപ്പില് റൈറ്റ് സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന വിധം ഒരു ചെറിയ ഗേറ്റും ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധം ഒരു വലിയ ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് മുറ്റം സാധാരണ പോലെ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിൽ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്ത് 3 കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം 23 അടി നീളവും 8.25 അടി വീതിയുമാണ്. ലെഫ്റ്റ് സൈഡിലെ കാർ പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം 58 അടി നീളവും 9.5 അടി വീതിയുമാണ്. ഇതാണ് സിറ്റ് ഔട്ട്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും സിറ്റ് ഔട്ടിന്റെ ബോർഡറും ഗ്രാനൈറ്റിലും മറ്റ് ഭാഗങ്ങൾ ഐവറി കളർ ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ഫ്രണ്ടിൽ 2 സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. താഴെയുള്ള സ്റ്റെപ്പിന്റെ നീളം 14.25 അടിയും തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിന്റെ നീളം 13 അടിയുമാണ്. സ്റ്റെപ്പുകളുടെ വീതി 32 സെന്റിമീറ്റർ ആണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 13.25 അടി നീളവും 5.25 അടി വീതിയുമാണ്. 72 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് നല്ല ഡിസൈൻ വർക്ക് കൊടുത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ. റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹാളിന്റെ വലിപ്പം 22 അടി നീളവും 10 അടി വീതിയുമാണ്. 220 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയയുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലിനേക്കാളും ഇത്തിരി ഡാർക്ക് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം 5.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 23.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ഡാർക്ക് കളറും ഹൈലൈറ്ററും ലൈറ്റ് ഷെയ്ഡും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 8 അടി നീളവും 4.5 അടി വീതിയുമാണ്. 36 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ്. 144 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത്. ഇവിടെ ഹാളിനോട് ചേർന്ന് തന്നെ ഗ്രാനൈറ്റ് സ്ലാബില് ഒരു ടേബിൾ ടോപ്പ് സ്ക്വയർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 10 അടി നീളവും 8.5 അടി വീതിയുമാണ്. 85 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത്. ബെഡ്റൂമിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ബ്ലൂ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം
5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ്. ഇതാണ് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന ഡോറ് വുഡിലും ഗ്ലാസിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ നല്ല പിക്ചർ വർക്ക് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കള സെമി ഫർണിഷ്ഡ് ആണ്. റെഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലെ ബെർത്തിലാണെങ്കിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 7.5 അടി വീതിയുമാണ്. 75 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ. ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലും ഡാർക്ക് ഐവറി കളർ ടൈലിലുമാണ് സ്റ്റെയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 76 സെന്റിമീറ്ററും വീതി 26 സെന്റിമീറ്ററും ആണ്. സ്റ്റെയറിൽ ലാൻഡിംഗ് അടക്കം 19 സ്റ്റെപ്പുകളാണുള്ളത്. സൈഡിൽ ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 15 അടി നീളവും 10 അടി വീതിയുമാണ്. 150 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് ഭിത്തിയിലായിട്ട് നല്ലൊരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം പരിചയപ്പെടാം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ്. 144 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം. ഇവിടെ ആവശ്യമെങ്കിൽ നല്ല ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം 23 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 8 അടി നീളവും 4.5 അടി വീതിയുമാണ്. 36 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. വീടിന് അകത്തേക്ക് നല്ല രീതിയിലുള്ള വെട്ടവും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 14 അടി നീളവും 10 അടി വീതിയുമാണ്. 140 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഈ ബാത്റൂമിന്റെ വലിപ്പം 5.5 അടി നീളവും 4 അടി വീതിയുമാണ്. 22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. വാളില് ബ്ലൂ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി പരിചയപ്പെടാം. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഈ ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നീളത്തിലാണ് പണിതിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 12.5 അടി നീളവും 5.25 അടി വീതിയുമാണ്. 65.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. സൈഡിൽ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ പുറത്തേക്ക് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിന്റെ വലിപ്പം 3.5 അടി നീളവും 3 അടി വീതിയുമാണ്. 10.5 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് വീടിന്റെ മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 150 മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ 5 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റ് 4 BHK ആയി പണിതിട്ടുള്ള ഈ ഇരുനില വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 49 ലക്ഷം രൂപയാണ്. റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ്. ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന ഭാഗം. ഇവിടെ ഒരു ഇളന്തിൻ്റെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിണറിലുള്ളത്. കൂടാതെ അടുക്കളയുടെ ഭാഗത്ത് തന്നെ ഗ്യാസ് പുറത്ത് സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്.
ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 15 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇവിടെ നിന്നും പീച്ചിങ്ങാച്ചിറയിലേക്ക് 1.25 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും കരിമുകളിലേക്ക് 3.25 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 6 കിലോമീറ്ററും പുത്തൻകുരിശിലേക്ക് 3 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 8 കിലോമീറ്ററും ഹിൽ പാലസിലേക്ക് 9.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 11 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 13 കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് 15 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 13 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ഇവിടെ നിന്നും വടകോട് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.